Hi all, my name is Abhija from DNA Academy of Healthcare Studies. കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും അവരുടെ പാരൻസിന്റെയും ശ്രദ്ധയിലേക്കാണ് ഈ വീഡിയോ. മുൻ വർഷങ്ങളിൽ ധാരാളം കുട്ടികൾ കർണാടകയിലെ വിവിധ സെൽഫ് ഫൈനാൻസിംഗ് പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ നേടിയിരുന്നു. അന്ന് പ്യുവർലി +2 മാർക്കിന്റെ ബേസിലായിരുന്നു ഈ അഡ്മിഷൻ പ്രൊസീജിയർ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത് കർണാടക ഗവൺമെന്റ് നടത്തുന്ന CET എൻട്രൻസ് എക്സാമിന്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കർണാടക ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഒടുക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 20 ആണ്. ഇനി ഈ എക്സാമിന്റെ എൻട്രൻസ് ഡേറ്റും വന്നിട്ടുണ്ട്. ഏപ്രിൽ 18, 19 തീയതികളിലാണ് എക്സാം നടക്കുന്നത്. അപ്പൊ പലർക്കുമുള്ള സംശയം ഈ എക്സാം അറ്റൻഡ് ചെയ്യണോ അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ എന്നുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ എക്സാം അപ്ലൈ ചെയ്യണം. ഇനി MBBS BDSനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. BSc നഴ്സിംഗ് അഡ്മിഷൻ പ്യുവർലി ഈ മാർക്കിന്റെ ബേസിലാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ. ഇനി നിങ്ങൾക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഈ എൻട്രൻസിന് ഹൈ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സീറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് DNA അക്കാഡമി ഓഫ് ഹെൽത്ത് കെയർ സ്റ്റഡീസുമായി കോൺടാക്ട് ചെയ്യുക.